വേണട്ടെ ഇപ്പൊ ഈ പൊതുവായിട്ട് മലയാളികൾ കല്യാണമായിട്ട് ബന്ധപ്പെടുമ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത്? ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലെ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെയും കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ചൊവ്വാദോഷം. എല്ലാ ചൊവ്വയും ചൊവ്വാദോഷമല്ല. ഇവിടെ പലരും അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 12, 2, 4, 7, 8 തുടങ്ങിയ ഭാവങ്ങളുടെ ചൊവ്വയോ പാപഗ്രഹങ്ങളോ നിൽക്കുകയാണെങ്കിലാണ് ഈ പാപം അല്ലെങ്കിൽ ചൊവ്വാദോഷം ദോഷം എന്നുള്ള കാര്യങ്ങളില്ല. അപ്പം പറഞ്ഞ ഭാവങ്ങളിലൊക്കെ ചൊവ്വ നിന്നാലും ആ നിൽക്കുന്ന രാശിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് മകരം രാശിയാണെങ്കിൽ ചൊവ്വാദോഷം പറയാൻ പറ്റില്ല. മേടം രാശി, വൃശ്ചികൻ രാശി ഇതൊക്കെ ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും ബലമുള്ള സ്ഥലങ്ങളാണ്. പൊതുവെ ജ്യോതിഷത്തില് പാപന്മാർക്ക് ബലം കൂടുമ്പോൾ ദോഷം കുറയുന്നൊരു ഇതുണ്ട്. പിന്നെ ചൊവ്വയെ ശുഭഗ്രഹങ്ങളിലായ വ്യാഴം ദൃഷ്ടി ചെയ്താല് ഇപ്പം വ്യാഴത്തിന്റെ 5, 9, 7 ഭാവങ്ങളിലാണ് ചൊവ്വ വരുന്നെങ്കിൽ ചൊവ്വാദോഷം കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഈ ധനവ്യയ പാതാള ജാമ്യത്തിലെ അഷ്ടമേ കുജേ സ്ത്രീണാം ഭർത്ത വിനാശായ പുംസാം ഭാര്യ വിനാശകൃത്തം എന്നുള്ള പ്രമാണം വെച്ചിട്ട് പലരും ഇതിനെ ചൊവ്വാദോഷമാക്കി ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ചൊവ്വയും ചൊവ്വാദോഷമായിട്ട് പറയാൻ പറ്റില്ല. മകരത്തിൽ നിൽക്കുന്ന ചൊവ്വ, വൃശ്ചികത്തിലെ ചൊവ്വ, മേടത്തിലെ ചൊവ്വ, മകര ഉച്ചരാശിയാണ്. പ്രത്യേകിച്ച് മൂലത്രികോണ രാശികളിൽ നിൽക്കുന്ന ചൊവ്വ, വ്യാഴത്തിന്റെ ദൃഷ്ടിയോട് കൂടി നിൽക്കുന്ന ചൊവ്വ, ഇതൊക്കെ ചൊവ്വാദോഷമായിട്ട് പറയാൻ പറ്റില്ല. ദോഷമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് പൂർണ്ണമായിട്ടും വളരെ ജാതകം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ചൊവ്വാദോഷം ആരോപിക്കാവൂ.